ഇറാൻ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. തെഹ്റാനിൽ നടന്ന ബോംബാക്രമണത്തിലാണ് ലാരിജാനിയെ വധിച്ചതെന്ന് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അലി ലാരിജാനി ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഉത്തരവ് നൽകുന്ന നെതന്യാഹുവിന്റെ ചിത്രവും ഇസ്രായേൽ പുറത്തുവിട്ടു. MC നാസർ ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, എന്താണ് ഇസ്രായേലിന്റെ അവകാശവാദം? ഇവർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാദവുമായി മുന്നോട്ട് വരുന്നത്? ജീന, ഇന്നലെ രാത്രി തെഹ്റാന് നേരെ നടന്ന ആക്രമണത്തിലാണ് സുരക്ഷാ മേധാവി അലി ലാരിജാനി ഉൾപ്പെടെ 10 പേരെ തങ്ങൾ വധിച്ചത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് പൂർണ്ണമായും വിജയം കണ്ടുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ബാസിജ് ഫോഴ്സിന്റെ യൂണിറ്റ് കമാൻഡർ ഗുലാം റസാ സുലൈമാനിയും വധിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്നുകൂടി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അറിയിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പങ്കുവെക്കുന്നതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിക്കുന്നത്. ഇവരെ വധിക്കാനുള്ള ഉത്തരവിട്ടത് നെതന്യാഹു ആണ്. ആ നെതന്യാഹു ഉത്തരവിടുന്നതായി പറയപ്പെടുന്ന ഒരു ചിത്രവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് പുറത്തിറക്കിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ആക്രമണത്തിൽ ലാരിജാനി കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിക്കുന്നത്. എന്തായാലും 10 സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ 10 പേരാണ് ഈ ആക്രമണത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ആയത്തുൽ അലി ഖാംനയുടെ വധത്തിന് ശേഷം ഇസ്രായേലിന്റെ സുരക്ഷാ രംഗത്തെ ഏറ്റവും തിളങ്ങുന്ന ഒരു മുഖമായിട്ട് മാറിയത് അലി ലാരിജാനി ആയിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും തെഹ്റാനിൽ 10,000-ങ്ങളെ നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന അലി ലാരിജാനി ഒരു പുതിയ പ്രതീകമായിട്ട് ഇറാനിൽ മാറുകയായിരുന്നു. തത്വചിന്തയിലും മറ്റും അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്ന ഈ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്ന അലി ലാരിജാനി. തത്വചിന്തയിലും മറ്റും അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ളപ്പോൾ തന്നെയാണ് സൈനിക മേഖലയിൽ സുരക്ഷാ രംഗത്ത് രാജ്യത്തെ നയിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃശേഷിയുമായിട്ട് അലി ലാരിജാനി രംഗത്തുണ്ടായിരുന്നത്. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇനി വരാനുള്ളത്. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജിന, ശരി, ലാരിജാനിയെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ ഇറാൻ ഒരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. തെഹ്റാനിൽ നടന്ന ബോംബ് ആക്രമണത്തിലാണ് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.